ഹലോ നമസ്കാരം, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 5 ബിസിനസ് സെഗ്മെന്റുകളാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന 5 ബിസിനസ് സെഗ്മെന്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഈ ബിസിനസ് ആശയങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്ലസ് നമ്മുടെ കൂടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ബിസിനസ് കയ്യിൽ വെച്ചിട്ട് എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഓൺലൈനിലേക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളതും അതേപോലെ തന്നെ ഈ ബിസിനസ് ഐഡിയകളുടെ സ്കോപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒട്ടും താമസിക്കുന്നില്ല. വെൽക്കം ടു വീഡിയോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ഈ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി ഒരുപാട് പ്രൊഡക്റ്റുകൾ കയ്യിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോട് ഫസ്റ്റ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 ബിസിനസ് ആശയങ്ങളെ കുറിച്ചാണ്. ഈ 5 ബിസിനസ് ആശയങ്ങളും ശരിക്കും ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആശയമാണ്. ഇതിനകത്ത് ഫസ്റ്റ് ബിസിനസ് ആശയം എന്ന് പറയുന്നത് ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ സ്നാക്സുകൾ ചെയ്യുന്നുണ്ട്, അച്ചാറുകൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെയുള്ള പലഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഓൺലൈനിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ബിസിനസ് ആശയമാണ്. കാരണം എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ കാര്യം എടുക്കാം. ഞാൻ താമസിക്കുന്നത് പഞ്ചാബിലാണ്. അപ്പം എനിക്ക് ഒരു 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 അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ വീട്ടിലല്ല വിളിച്ചു പറയാം. കാരണം എന്താണ്, വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അവർ അച്ചാറാക്കി തിരിച്ച് എനിക്ക് നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ആഴ്ച എടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2-3 ദിവസം കൊണ്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തും. അപ്പം എന്നെപ്പോലുള്ള ഒരുപാട് മലയാളീസ് പല സ്ഥലങ്ങളിലും, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും താമസിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ തനതായ രുചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി അവർ സെർച്ച് ചെയ്യുക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ്. അപ്പോൾ നിങ്ങൾ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ചാൻസ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾ, അച്ചാർ ചെയ്യുന്ന ആൾക്കാർ, നോൺ വെജ് അച്ചാർ ചെയ്യുന്ന ആൾക്കാർ, പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, വളരെ നമ്മുടെ നാട്ടിൻ്റെ തനതായിട്ടുള്ള വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുന്ന പലഹാരങ്ങൾ, ബേക്കറി പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള ഒരു സൂപ്പർ അവസരമാണ് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അതുപോലുള്ള പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള സെല്ലിംഗ്. ഓക്കെ, അപ്പം പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള സെല്ലിങ്സ് വളരെയധികം ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വി ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. നമ്മൾ രണ്ടാമത് പറയുന്നത്, അടുത്ത സെഗ്മെന്റ്, ഇത് നമ്മൾ ഫുഡിന്റെ ബേസ് സെഗ്മെന്റ് ആണ്. രണ്ടാമത് പറയുന്നത് നമ്മൾ ബ്യൂട്ടി സെഗ്മെന്റ് ആണ്. ബ്യൂട്ടി സെഗ്മെന്റും വളരെയധികം ഗ്രോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. പറയാനുള്ള കാരണം, നിങ്ങൾക്കറിയാം, മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കോസ്മെറ്റിക്സ് എന്നുള്ള സെഗ്മെന്റ് കുറച്ചും കൂടെ ആൾക്കാർ സെലക്റ്റീവായി. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പ്യൂരിറ്റി, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം വി ആർ വെരി കൺസേൺഡ് അബൌട്ട് അവർ സ്കിൻ, വി ആർ വെരി കൺസേൺഡ് അബൌട്ട് അവർ ബോഡി ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ വളരെയധികം കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ കാരണം എന്ത് ചെയ്യുന്നു, ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ബേസിക്കലി എൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം. ഐ ആം ഫേസിങ് എ ഹെയർ ഫാൾ. എനിക്ക് ഹെയർ ഫാൾ ഉണ്ട്. ഹെയർ ഫാൾ ഉള്ളത് എന്തുകൊണ്ടാണ്? ഞാൻ പുറത്ത് സംസ്ഥാനങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുന്നു, എക്സസീവ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു കോംപ്രമൈസ് ദാറ്റ്. അപ്പം ഈ ഹെയർ ഫാളിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഇനിയൊരു പരസ്യത്തിൻ്റെ വലിയ ഹ്യൂജ് കമ്പനിയുടെ എണ്ണ തേച്ച് ഉപയോഗിക്കില്ല. എനിക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ഹെയറിനെ മനസ്സിലാക്കിയിട്ട് ഉള്ള ടൈപ്പ് ഓഫ് ആയുർവേദിക് എണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പം എനിക്ക് അതിൽ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കേരളത്തിലുള്ള ഒരുപാട് നല്ല വൈദ്യന്മാർ ഇത് സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇതിലുള്ള കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾ, ആയുർവേദിക് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ബ്രിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ ഗുഡ് ചാൻസ്. ഇതിനകത്ത് തന്നെ പലതരത്തിലുള്ള, ഇപ്പോൾ ഹെയർ ഓയിൽ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ഹെയർ കെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫേസ് വാഷ്, അതേപോലെ തന്നെ ലേഡീസിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, സുറുമ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയുർവേദിക് റിലേറ്റഡ് ആയിട്ടുള്ള, ഓർഗാനിക് റിലേറ്റഡ് ആയിട്ടുള്ള, നാടൻ രീതിയിൽ ചെയ്ത് പാകപ്പെടുത്തി വിൽക്കുന്ന രീതിയിലുള്ള സെഗ്മെന്റുകൾക്ക് വളരെയധികം ഡിമാൻഡുകളുണ്ട്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റ്സ് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ സെഗ്മെന്റ് പറയുന്നത് ഇതിനെക്കാട്ടും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഹോം എന്ന് പറയുന്നത് ഹോം ഡെക്കോർ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീട് മോടി പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, വീടിൽ എന്തെങ്കിലും യൂട്ടിലിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ട്. അപ്പം ഡയറക്റ്റ് യൂട്ടിലിറ്റി, അതായത് നിങ്ങൾ ഒരു കൊടുക്കുന്ന പ്രൈസ് കൊണ്ട്, ആ പ്രൈസ് കൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ യൂട്ടിലിറ്റി പാകപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി 100% നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു മികച്ച സംരംഭകനാകാൻ പറ്റും. എക്സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ, വീട്ടിൽ താക്കോൽ വെക്കുന്ന ഒരു ഹോൾഡർ, അതൊരു യൂട്ടിലിറ്റിയാണ്. അത് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്.
വേറൊരു പ്രൊഡക്റ്റ് പറയാം, നിങ്ങൾക്ക് ഇപ്പം ഡോർ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ വെക്കുന്ന മാറ്റ്, ആമസോണിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലറാണ്. വീണ്ടും വേറൊരു പ്രൊഡക്റ്റ് പറയാം, നമ്മൾ ക്ലീനിങ് ഗാർബേജ് ബാഗ്സ്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഗാർബേജ് ബാഗ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ, പക്ഷേ ഗാർബേജ് ബാഗ്സ് ആണ് ടെക്നിക്കലി വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എന്താണ്, വീട്ടിൽ നിരന്തരം ആവശ്യമുള്ള, വീടിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഹോം ബേസ്ഡ് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ഈ പ്രൊഡക്റ്റുകൾ റിപ്പീറ്റഡ് വാല്യൂസ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് വാല്യൂ കിട്ടാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഹോം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഇതാണ് നമ്മുടെ മൂന്നാം സെഗ്മെന്റ്. ഈ മൂന്ന് ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ഫുഡ് പറഞ്ഞു, സെക്കൻഡ് കോസ്മെറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ് പറഞ്ഞു, മൂന്നാമത്തെ ഹോം ആയിട്ട് പറഞ്ഞു. ഇനി നാലാമത് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് പെറ്റ് കെയർ സപ്ലൈസ്, പെറ്റ് കെയർ സപ്ലിമെന്റ്. പെറ്റ് കെയർ സപ്ലിമെന്റ് സമയത്ത് ഒരുപാട് വലിയൊരു സെഗ്മെന്റ് ആണ്. പക്ഷേ അതിൻ്റെ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഡിവീൽ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് നീഡ് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അതല്ലാതെ ഈ പെറ്റ് കെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് ലൈക്ക് കഴിഞ്ഞ 2, 3, 4 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സെഗ്മെന്റ് ആണ് പെറ്റ് കെയറിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത്. അപ്പോൾ പെറ്റ് ആക്സസറീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പെറ്റ് എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഡോഗ്, ക്യാറ്റ് മാത്രമല്ല, ബേർഡ്സ് എന്നുള്ള സെഗ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല അതിനകത്ത് അലങ്കാര മത്സ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ്, പലതരത്തിലുള്ള ആക്സസറീസ്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതും ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ളതും ഒക്കെയുള്ള ആക്സസറീസ്, ഒരു നീഷ്. നിങ്ങൾക്ക് വളരെ ഹോബി, പെറ്റ് നിങ്ങൾക്കൊരു ഹോബി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് വാച്ച് ഇറ്റ്. എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളുണ്ടാവുക, അതേ ആവശ്യം തന്നെ ഈ കസ്റ്റമർക്കും ഉണ്ടാവും. അപ്പോൾ ഈ ആവശ്യത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, ഒരു ഫസ്റ്റ് 50 കസ്റ്റമറിനെ നിങ്ങൾ അടുത്തേക്ക് എത്തിക്കുക. നെക്സ്റ്റ് 50 കസ്റ്റമറിനെ 50 എന്നുള്ളത് 1000 ആക്കാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ പ്ലാറ്റ്ഫോം കോൾഡ് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്. പെറ്റ് കെയർ സപ്ലിമെന്റ് ഇസ് വെരി, പെറ്റ് കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇനി നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്ന ഒരു സെഗ്മെന്റ് ആണ്, ലാസ്റ്റ് മാത്രമല്ല പക്ഷേ അതൊരു എവർഗ്രീൻ ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്, ദാറ്റ് നത്തിങ് ക്ലോത്ത് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ക്ലോത്ത് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോത്ത് ആയതുകൊണ്ട് റിട്ടേൺസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ക്ലോത്തുകൾ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാമ്പിൾ, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അവിടെ ഉള്ളത്, ഫാഷൻ ഇറസ്പെക്റ്റീവ്, ഫാഷൻ എന്നുള്ളത് ആ ക്ലോത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഫാഷൻ എന്നുള്ളത് ഒരു വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെ, നമുക്ക് നോൺ നെഗോഷ്യബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഡയമെൻഷനാണ്. ഈ ഡയമെൻഷൻ നമുക്ക് തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എവർഗ്രീൻ ആയിട്ട് വിൻറ്റേജ് ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകൾ എപ്പോഴും ഈ വർഷവും അടുത്ത വർഷവും അതിനപ്പുറത്തെ വർഷമൊക്കെ സ്ഥിരമായിട്ട് വിൻറ്റേജ് ടൈപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ക്ലോത്ത് നല്ല രീതിയിൽ ഓൺലൈനിൽ സെല് ചെയ്യാൻ പറ്റും. ഒരു ബേസിക് എക്സാമ്പിൾ പറയാം. എന്നോടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, സാർ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആമസോണിൽ സെല്ല് ചെയ്യും, ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ബ്ലാക്ക് ഞാൻ ഇന്ന് എടുക്കുകയാണെങ്കിലും നാളെ എടുക്കുകയാണെങ്കിലും 10 വർഷം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും ഐ ഡോണ്ട് നീഡ് ടു ചേഞ്ച് ദ ഡിസൈൻ, ഐ ഡോണ്ട് നീഡ് ടു ചേഞ്ച് ദ കളേഴ്സ്, ഐ ഡോണ്ട് നീഡ് ടു എനിത്തിങ്. ജസ്റ്റ് ആ പ്രൊഡക്റ്റ് ആസ് ഇറ്റ് ഈസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഞാൻ വളരെ ഫങ്കി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അതിന് ഡിമാൻഡേ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ക്ലോത്ത് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഒരു 10 വർഷത്തേക്കെങ്കിലും നിങ്ങൾ ലോങ് ടേം ചിന്തിക്കുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകൾ ഇറക്കുക. വേറൊരു എക്സാമ്പിൾ വരാം, ബേബി ക്ലോത്ത്. കുട്ടികളുടെ എന്താ പറയണ്ടേ, ലൈക്ക് ന്യൂ ബോൺ ബേബീസിനൊക്കെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടവൽസ്, അതൊക്കെ എന്ത് ചെയ്യണം, ഫോർ എവർ. ഞാൻ ജനിച്ച സമയത്തും ഇപ്പം ആൾക്കാർ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ടവൽസ് ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം തന്നെ, അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ക്ലോത്തിൽ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ 5 സെഗ്മെന്റുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രൊഡക്റ്റുകളൊക്കെ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ, വി ക്യാൻ ഹെൽപ്പ് യു, മൈ ടീം ക്യാൻ ഹെൽപ്പ് യു. വി ആർ 8 മെമ്പർ ടീം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആമസോൺ ലിസ്റ്റിംഗ്, ഫ്ലിപ്കാർട്ട് ലിസ്റ്റിംഗ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വി ക്യാൻ ടോക്ക് ആൻഡ് വി ക്യാൻ ഗെറ്റ് യുവർ പ്രൊഡക്റ്റ് ലിസ്റ്റഡ് ആൻഡ് നിങ്ങളുടെ ഓൺലൈൻ ഗ്രോത്ത് ജേർണിയിലേക്ക് ഞങ്ങൾക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.